എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് ഇന്നൊരു അടിപൊളി പച്ചപ്പാവയ്ക്ക കൊണ്ട് ഒരു അടിപൊളി ഫ്രൈ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഫ്രൈ ഉണ്ടാക്കുന്നതിന് മസാല എന്ന് പറഞ്ഞാൽ ഒരു വേറിട്ട മസാലയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. നിങ്ങളിനി വേറൊരു രീതിയിൽ നിങ്ങൾ പാവയ്ക്ക വറക്കില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാലയാണ് നമ്മളിവിടെ തയ്യാറാക്കി ഈ പാവയ്ക്ക വറക്കുന്നത്. അപ്പം നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഈ പാവയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ശരിക്കും കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരിഞ്ഞതിന് ശേഷം ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകരുത്, ജലാംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മളിത് വൃത്തിയായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇത്തിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്പം വലിപ്പത്തിൽ കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. നമുക്ക് ആദ്യം കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം, ഒരു 1.5 സ്പൂൺ കേട്ടോ. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. നമ്മുടെ പ്രധാന ചേരുവയാണ്. നമുക്കൊരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞ് കൊടുക്കാം കേട്ടോ. ശകലം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം കൈ കൊണ്ട്. ഇതിലേക്ക് നമ്മുടെ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയൊക്കെ പുരട്ടി നല്ല മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു 15-20 മിനിറ്റോളം ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. നന്നായിട്ട് മസാല പിടിക്കണം ഇതിനകത്ത്. ഒരു 20 മിനിറ്റോളം നമുക്കിങ്ങനെ വെക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പ് കത്തിച്ചൊരു പാൻ അടുപ്പാക്കാം. പാൻ ചൂടായി വന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഒരു 2 ട്രിപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇതിനെ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് മറിച്ച് കൊടുക്കണം. എല്ലാ ഭാഗവും ഇതേപോലെ ഒന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫ്രൈ ആയി വന്നാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിലും കൂടി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം.
ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ പാത്രത്തിലേക്ക് ഇപ്പം നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഇതേപോലെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന മസാല ഉപയോഗിച്ച് നിങ്ങളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കട്ടോ. ഈ ഒരൊറ്റ കറി മതി, നമുക്ക് വേറൊരു കറിയും വേണ്ട. കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൈഡ് ഡിഷായിട്ട് അടിപൊളിയാണ്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും നമസ്കാരം, നന്ദി.